ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എനിക്ക് വന്ന കുറച്ച് അനുഭവങ്ങൾ. വേറൊന്നുമല്ല, 2025 ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു ഇയർ എന്ന് പറയാം. കാരണം മെൻ്റലി ആയിക്കോട്ടെ, ഫിനാൻഷ്യലി, സ്പിരിച്വലി, ഫിസിക്കലി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്, ഫാമിലി ആയിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തൊരു ഇയർ എന്ന് പറയുന്നത് 2025 ആണ്. കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നു, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് വന്നു. ബട്ട് ആ സമയത്തൊക്കെയും എന്നെ പതറാതെ പിടിച്ചു നിർത്തിയ ഒരു രക്ഷകൻ എനിക്കുണ്ട്. അതാണ് എൻ്റെ യേശുക്രിസ്തു. പഴയ ഒരു ജീവിതമല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത്. കാരണം എന്നെ കുറേ മാറ്റിയെടുത്തു. എൻ്റെ പാരൻസിൻ്റെ പ്രെയർ കൊണ്ടാവാം, ബട്ട് ദൈവം എൻ്റെ യേശുക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തു. പഴയ സാഹചര്യത്തിലൂടെ അല്ല ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ കഷ്ടപ്പാടൊക്കെ 2025 അനുഭവിച്ചെങ്കിലും 2026 ജനുവരി തൊട്ട് ദൈവം എന്നെ സ്നേഹിച്ചെന്ന് തെളിവ്. കാരണം 2026 മെൻ്റലി ആണെങ്കിലും, ഫിനാൻഷ്യലി ആണെങ്കിലും, സ്പിരിച്വലി ആണെങ്കിലും, ഫിസിക്കലി ആണെങ്കിലും നല്ല അനുഗ്രഹത്തോടെ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നത്. വേറെ ഒന്നുമല്ല. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, സ്ട്രഗിൾസ് ഉണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും. പക്ഷേ അതൊരിക്കലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് സകല ഭാരങ്ങളും പ്രയാസങ്ങളും ഏൽപ്പിച്ചു കൊടുത്താൽ ആ യേശു നമ്മളെ രക്ഷിക്കും. ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. നമ്മളാണ് ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്നത്. ദൈവം ഒരിക്കലും നമ്മളെ വിട്ട് ഓടിപ്പോകില്ല. എന്ത് പ്രശ്നമായിക്കോട്ടെ, പതറാതെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ, ആ കഴിവ്, ആ ധൈര്യം ദൈവത്തോട് ചോദിച്ച് മേടിക്കുക. എന്നെ രക്ഷിക്കണം, എനിക്കിത് പറ്റുന്നില്ല എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഒരിക്കലും നിന്റെ കണ്ണുനീർ കാണാതെ ഇരിക്കില്ല. കാരണം നമ്മുടെ ജീവൻ ജീവിക്കുന്ന ദൈവമാണ്. അതാണ് നമ്മുടെ യേശുക്രിസ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദൈവം നിങ്ങളെ ഏത് സാഹചര്യത്തിൽ കടന്നു പോകുന്നതായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. എൻ്റെ യേശു, നമ്മുടെ യേശു ഒരിക്കലും നമ്മളെ കൈവിടുന്നൊരു യേശുപ്പച്ചനല്ല. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.